NDA വടകര നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കെ ദിലീപിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷന് മുന്നോടിയായി റോഡ് ഷോ സംഘടിപ്പിച്ചു. വടകര പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോയിൽ നിരവധി പേർ പങ്കെടുത്തു. സാംസ്കാരിക ചത്തുരത്തിൽ വെച്ച് നടന്ന കൺവെൻഷൻ അഡ്വക്കേറ്റ് PS ശ്രീധരൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.
മാത്രം അഭ്യർത്ഥിക്കുകയും ശ്രീരംപിള്ള സ്വാമി ഹരാർപ്പണം ചെയ്യും. ടി കെ സുമാഷാണ്. അടുത്തതായി നമ്മുടെ സ്ഥാനാർത്ഥിയെ ഹരാർപ്പണം ചെയ്യുന്നു. ശ്രീരംപിള്ള സാറാണ് സ്ഥാനാർത്ഥിയെ ഹരാർപ്പണം ചെയ്യുന്നത്. മിടുക്കനായ കരുത്തനായ കുറേ കാലം എൻ്റെ ജൂനിയർ അഭിഭാഷകൻ കൂടിയായിരുന്ന ശ്രീ അഡ്വക്കേറ്റ് ദിലീപിനെ ഞാൻ ഇപ്പം ചോദിച്ചത് അദ്ദേഹത്തിൻ്റെ അച്ഛനെക്കുറിച്ചാണ്. ഒരു കാലത്ത് വില്യാപ്പള്ളി പ്രദേശത്ത് ഇത്രയും പ്രതിബദ്ധതയോടെ ഈ പ്രസ്ഥാനത്തിൻ്റെ സന്ദേശം ഏറ്റെടുത്ത അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയൊക്കെ ഞാൻ ചോദിച്ചു. എല്ലാം ശരിയാണെന്ന് ദിലീപിനോട് പറയുകയുണ്ടായി. മറ്റേ അശോകേട്ടൻ ഉൾപ്പെടെ ഞാൻ എല്ലാ പേരുകളിലേക്കും പോകുന്നില്ല. പേര് സമയം ചുരുക്കേണ്ടത് കൊണ്ട് പേരിലേക്ക് പോകുന്നില്ല. ഈ വേദിയിലും സദസ്സിലുമായി സന്നിഹിതരായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ, ബി ജെ പിയുടെയും മറ്റ് എൻ ഡി എയുടെയും സമാരാധരായ നേതാക്കന്മാരെ, കേരളത്തിൻ്റെ സ്ഥിതി എന്താ, സ്നേഹിതന്മാരെ, സുഹൃത്തുക്കളെ, 2 സംസ്ഥാനങ്ങൾ ഗവർണറായിരുന്നത് കൊണ്ട് കേരളത്തിനപ്പുറത്തുള്ള രാഷ്ട്രീയത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ച ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി ആയതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, കേരള രാഷ്ട്രീയം അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ നിന്ന് മാത്രമല്ല ജീർണതയിലാണുള്ളത്. ഞാൻ നിങ്ങളുടെ ഓർമ്മയ്ക്ക് തുരുമ്പ് പിടിക്കാത്തവരോട് ചോദിക്കുന്നു, കഴിഞ്ഞ സ്വാതന്ത്ര്യം കിട്ടിയ ഇന്ത്യ, ആ ഇന്ത്യയുടെ ഏറ്റവും പൊളിറ്റിക്കൽ അവയർനെസ് ഉള്ള, രാഷ്ട്രീയ ജാഗ്രതയുള്ള, അവബോധമുള്ള ആളുകളുള്ള വടകരയിൽ ഞാൻ ചോദിക്കട്ടെ, 50 കൊല്ലവും 60 കൊല്ലവും ഒക്കെ കേഡർ പാർട്ടികളുടെ നേതാക്കന്മാരായിരുന്ന ആളുകൾ ഒരു നിമിഷം കൊണ്ട്
സീറ്റ് കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ 6 പഴയകാല MLA-മാർ അവരുടെ ചേരി മാറിക്കൊണ്ട് മറ്റു പാർട്ടികളുടെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറിയിരിക്കുകയാണ്. ഞാൻ ആരെയും രാഷ്ട്രീയമായി പഴിക്കുന്നില്ല. ഞാനൊരു സ്ഥാനാർത്ഥിയുടെ ചിത്രം എവിടെയാണെന്ന് ഞാൻ പറയുന്നില്ല. ഒരിക്കൽ എൻ്റെ പാർട്ടിയുടെയും സ്ഥാനാർത്ഥിയായിരുന്ന ആളാണ്. കഴിഞ്ഞ 3 അസംബ്ലി തെരഞ്ഞെടുപ്പിലും 3 മുന്നണികളുടെ സ്ഥാനാർത്ഥിയായി ഒരേയാൾ പ്രത്യക്ഷപ്പെട്ട അത്യന്തം ദൗർഭാഗ്യകരമായ ആപത്കരമായ സ്ഥിതിവിശേഷം നമ്മുടെ കേരളത്തിലുള്ളതായി ഞാൻ പേര് പറയാതെ ഞാൻ ഇടുക്കിയിലെ ഒരു സ്ഥാനാർത്ഥിയെ പറ്റി പറയാൻ ആഗ്രഹിക്കുകയാണ്. എങ്ങോട്ടായി ഈ പോക്ക്? ജനാധിപത്യത്തിൽ ആരാ പരമാധികാരി? ആരാണ് ജനാധിപത്യത്തിൽ സുപ്രീം? സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ആണോ സുപ്രീം? പാർലമെന്റ് ആണോ സുപ്രീം? അസംബ്ലിയാണോ സുപ്രീം? ഗവർണറാണോ സുപ്രീം? മുഖ്യമന്ത്രിയാണോ സുപ്രീം? MP ആണോ സുപ്രീം? നിയമം പഠിച്ച, ഭരണഘടന പുസ്തകം എഴുതാൻ വേണ്ടി പഠിച്ച ഒരാളായതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഇന്ത്യൻ ഭരണഘടനയുടെ മർമ്മം പീപ്പിൾ ആർ സുപ്രീം എന്നാണ്. ജനങ്ങളാണ് പരമാധികാരികൾ. അവരെ പോയി കണ്ട് വോട്ട് ചോദിക്കുമ്പോൾ ഇതാ 5 കൊല്ലത്തേക്ക് എന്നെ തിരഞ്ഞെടുത്തയച്ചാൽ ഞാൻ നിങ്ങളുടെ സേവകനായി പ്രവർത്തിക്കാം, ഒരു കരാറ് പോലെയാണ്, ഒരു വാഗ്ദാനം പോലെയാണ്. അങ്ങനെ ജനങ്ങൾ തിരഞ്ഞെടുത്തയക്കുന്നവര്, ഇവിടെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പം BJPയുടെ പാട്ട് കേട്ടു. പക്ഷേ സാധാരണക്കാരന് ആർക്കും വേണ്ടാത്ത ഒരു സംസ്ഥാനമായി കേരളം മാറുന്നുവെങ്കിൽ നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിന് ഒരപമാനമായി കേരളം മാറാതിരിക്കാൻ വേണ്ട ജാഗ്രത കാട്ടേണ്ട തെരഞ്ഞെടുപ്പാണ് ഇപ്പം ആസന്നമായിരിക്കുന്നതെന്നാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനായിട്ടുള്ളത്. പിണറായി വിജയൻ ഇന്നലെ മിനിഞ്ഞാന്ന് അദ്ദേഹം എന്നെപ്പറ്റി ഏറ്റവും നല്ലവനായി ചിത്രീകരിച്ച ഒരു ചാനലിൽ ഞാൻ കാണുകയുണ്ടായി. ശരിയാണ്, അദ്ദേഹം മാത്രമല്ല, CPIയുടെ സംസ്ഥാന സെക്രട്ടറി 20 കൊല്ലം മുമ്പ് മലയാള മനോരമയിൽ നിങ്ങളുടെ ജൂൺ 1-ാം തീയതി സ്കൂൾ തുറക്കുമ്പോൾ ഒരു ഫീച്ചർ ഉണ്ടായിരുന്നു. ആ ഫീച്ചറിൽ ചോദിച്ചു, നിങ്ങൾ നിങ്ങളുടെ എതിരാളിയെ കൂട്ടുകാരനായി ഒന്നിച്ച് സ്കൂളിൽ പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ആരായാണ് നിങ്ങൾ തിരഞ്ഞെടുക്കാമെന്ന് ചോദിച്ചപ്പോൾ ബിനോയ് വിശ്വം പറഞ്ഞ വാക്കുകൾ ഞാൻ ഓർക്കുന്നു. ആ വാക്കുകൾ അദ്ദേഹം സജസ്റ്റ് ചെയ്തത് 20 കൊല്ലം മുമ്പുള്ള ശ്രീധരൻപിള്ളയാണെന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. പിണറായി മിനിങ്ങാനിത് പറഞ്ഞെങ്കിലും ഇന്നലെ പിണറായി, ഞാൻ ഇന്നലെ റാന്നിയിലേക്കാണ് പോയത്. അപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ അദ്ദേഹത്തിൻ്റെ മൊബൈലിൽ പിണറായി വിജയൻ്റെ പത്രസമ്മേളനം കാണിച്ചു. കോലീബി സഖ്യം BJPയെ സംബന്ധിച്ച് വടകരയിലെ അക്കാലത്തെ 71-ലെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഒട്ടേറെ കാര്യങ്ങൾ അദ്ദേഹം പ്രചരിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ തൊട്ട് മുമ്പ് ഒരു ദിവസം, അതായത് 2 ദിവസം മുമ്പ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഡീലാണ്, ഡീൽ. ഞാൻ ചോദിക്കട്ടെ, ഈ 2 കൂട്ടരും അവരിന്ന് ഭാരതീയ ജനതാ പാർട്ടിയും NDAയും കേരളത്തിൽ മാറ്റമുണ്ടാക്കാൻ പോകുന്നു, മുന്നേറ്റത്തിൻ്റെ പാതയിലാണെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് കഴിഞ്ഞ 2 ദിവസങ്ങളായി ഡീലിനെ പറ്റി പ്രതിപക്ഷ നേതാവും കോലീബി സഖ്യത്തെക്കുറിച്ചും RSSനെയും BJPയെയും ഏറ്റവും മോശപ്പെട്ടവരായി, അൺടച്ചബിൾസായി ചിത്രീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയും പറയാനിടയായത്. അതുകൊണ്ട് ഇതിൻ്റെ വസ്തുതകൾ മനസ്സിലാക്കി ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ട, ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ട അധ്യാപകരാണ് ഓരോ BJP പ്രവർത്തകനുമെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. ചോദിക്കട്ടെ, നിങ്ങൾ 52-ലെ പൊതുതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അന്ന് പ്രായപൂർത്തി വോട്ടവകാശം, ആ വോട്ടവകാശം
നിയമപ്രകാരം 52-ലെ തെരഞ്ഞെടുപ്പിൽ ആ തെരഞ്ഞെടുപ്പിൽ ആരെയാണ് വടകരയിൽ നിന്ന് ജയിപ്പിച്ചയച്ചതെന്ന് എൻ്റെ ഓർമ്മയിലുണ്ട്. അന്ന് നെഹ്റുവിനോടൊരു ചോദ്യം ചോദിച്ചു, ഹലോ പ്രൈം മിനിസ്റ്റർ, ഇന്ത്യയിലെ 58% ജനങ്ങൾ എഴുത്തുമാനെ അറിയാത്തവരാണ്. അവരുടെ പേര് അവർക്ക് എഴുതാൻ അറിയില്ല. മറ്റൊരാൾ അവരുടെ പേരെഴുതിയാൽ അത് വായിക്കാൻ അറിയില്ല. അങ്ങനെയുള്ള ഇന്ത്യയിൽ വിധികർത്താക്കളായി രാഷ്ട്രീയ രംഗത്തെ 5 കൊല്ലത്തെപ്പറ്റി വിധി പറയേണ്ട ന്യായാധിപന്മാരായി ഇന്ത്യയിലെ ജനങ്ങൾ മാറുമ്പോൾ ഈ എഴുത്തും വായനയും അറിയാത്ത ആളുകൾ എന്തു ചെയ്യും? അതിന് നെഹ്റു നൽകിയ മറുപടി ഞാനിപ്പോൾ ഓർക്കുകയാണ്. നെഹ്റു പറഞ്ഞു, ദ പൊളിറ്റീഷ്യൻ ഹാസ് ടു എഡ്യൂക്കേറ്റ് ദ മാസ്. ജനങ്ങളെ പഠിപ്പിക്കേണ്ട, രാഷ്ട്രീയം പറഞ്ഞു പഠിപ്പിക്കേണ്ട, ചർച്ച ചെയ്യേണ്ട, സംവാദം നടത്തേണ്ട, അവബോധം സൃഷ്ടിക്കേണ്ട ആളുകളാണ് ഓരോ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളം എങ്ങോട്ടെന്ന ചോദ്യമാണ് എന്നിലൂടെ കടന്നു പോകുന്നത്. പിണറായി വിജയനോട് ഞാൻ ചോദിക്കുന്നു, ഞാൻ അങ്ങേ ബഹുമാനിച്ചുകൊണ്ട് തന്നെ ചോദിക്കുന്നത്, അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ട 10 കൊല്ലത്തെ മുഖ്യമന്ത്രിയാണ്. മാൻഡേറ്റ് ഓഫ് ദ പീപ്പിൾ അദ്ദേഹത്തിനുണ്ട്. ഇത് ഞാൻ മാത്രമല്ല, നരേന്ദ്രമോദിയും എല്ലാ ജനാധിപത്യ വിശ്വാസികളുമുണ്ട്. തെരഞ്ഞെടുക്കപ്പെടുക നമ്മൾ മാനിക്കുന്നു. പക്ഷേ ഈ ഒരു സംസ്ഥാനത്ത് ഇത്രയും അപചയത്തിലേക്ക് കൊണ്ടെത്തിച്ച, ഇവിടെ വിളിച്ച മുദ്രാവാക്യം പോലെ അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയ ഇതുപോലെ സംസ്ഥാനം ഇന്ത്യയിൽ മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്ന് പിണറായി വിജയൻ മറുപടി നൽകണമെന്നാണ് എനിക്ക് അദ്ദേഹത്തോട് ആവശ്യപ്പെടാനായിട്ടുള്ളത്. അദ്ദേഹം പറയുന്നു, ഓ RSSകാർ ഞങ്ങൾ അവരെ കൂട്ടുന്നില്ല, RSSകാരും BJPക്കാരെയും അസ്പൃശ്യരായി കാണുകയാണ്. അസ്പൃശ്യത ആയിക്കോട്ടെ, ഞങ്ങൾക്കവിടെ സഹകരണം ആവശ്യമില്ല. പക്ഷേ 77-ലെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ജയിലിൽ കിടക്കുമ്പോൾ കൂത്തുപറമ്പിൽ RSSൻ്റെയും BJPയുടെയും ആൾക്കാർ, അന്ന് ജനതാ പാർട്ടിയാണ്, ജനസംഘം ലയിച്ചതാണ്. പിണറായി വിജയന് കൂത്തുപറമ്പിൽ അന്ന് ജയിലിൽ നിന്നും MLA ആയി അദ്ദേഹത്തിന് പുറത്തു വരേണ്ടി വന്നപ്പോൾ RSSകാർ വോട്ട് വാങ്ങിയിട്ടില്ല, ചോദിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാൻ സാധിക്കുമോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. അശോകേട്ടനുണ്ട് ഇവിടെ. ഞാൻ അശോകേട്ടൻ്റെ പേര് 3-ാം തവണയും പറയുന്നത്. 1967 ഭാരതീയ ജനസംഘത്തിൻ്റെ ദേശീയ സമ്മേളനം കോഴിക്കോട്ട് വെച്ച് നടന്നു. 14ാമത് ദേശീയ സമ്മേളനം. ആ സമ്മേളനത്തിൽ ഹുക്കും ചന്ദ് കച്ച്വായി എന്ന് പറയുന്ന BJP ജനസംഘത്തിൻ്റെ MP, അദ്ദേഹം ദീനദയാൽ ഉപാധ്യായ അധ്യക്ഷനായി തിരഞ്ഞെടുത്തു. യോഗം തുടങ്ങുമ്പോൾ ചോദ്യം ഉന്നയിച്ചു. അത് LK അദ്വാനിയുടെ ജീവചരിത്രത്തിൽ ഒരു പാരഗ്രാഫ്, 2 പാരഗ്രാഫായി എഴുതിയിട്ടുണ്ട്. ഈ കേരളത്തിൻ്റെ മണ്ണിൽ, കോഴിക്കോടിൻ്റെ മണ്ണിൽ ഉന്നയിച്ച ചോദ്യം, കമ്മ്യൂണിസ്റ്റുകാരുമായി ബീഹാറിൽ കമ്മ്യൂണിസ്റ്റുകാരും ജനസംഘക്കാരും ഒന്നിച്ചു ഭരിക്കുന്നു, ഒരേ ക്യാബിനറ്റിൽ അംഗങ്ങളാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി രാജ്യദ്രോഹ ശക്തിയായി ഏറ്റവും വലിയ പ്രാമാണിക ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുള്ള നിലക്ക് ഇത് ശരിയാണോ, ഉത്തരം പറയണമെന്ന് പറഞ്ഞ് അത് യുവാവായതുകൊണ്ട് കുറച്ച് ശക്തമായി എന്ന് ആവശ്യപ്പെടുകയുണ്ടായി. അതിൻ്റെ ഉത്തരമായി ക്രാന്തദർശിയായ ഭാരതീയ ജനതാ പാർട്ടിയുടെ ജനസംഘത്തിൻ്റെ താത്വിക ആചാര്യനായ അന്തിമ വാക്കുള്ള അദ്ദേഹം പറഞ്ഞു, അൺടച്ചബിലിറ്റി ഈസ് എ ക്രൈം ഇൻ പൊളിറ്റിക്സ് ടു. രാഷ്ട്രീയത്തിൽ ആരോടും തൊട്ടുകൂടായ്മ പറയുന്നത് ഞങ്ങളുടെ കാഴ്ചപ്പാടല്ല. ഇന്ത്യയിലെ പൗരന്മാർ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളോ മതവിശ്വാസങ്ങളോ ഉണ്ടാകാം. അവർ രാജ്യദ്രോഹപരമായ കാര്യങ്ങൾ ചെയ്താൽ, അപൂർവം അത്തരം ആളുകളെ ഒഴിച്ചു നിർത്തിയാൽ, ജനാധിപത്യത്തിൽ ഒരു പാർട്ടിയെ
അൺടച്ചബിൾ എന്ന് വിളിക്കുന്നത് ശരിയല്ല എന്നുള്ള കാഴ്ചപ്പാട് പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ, അത് രഹസ്യബന്ധമൊന്നുമല്ല, പരസ്യമായി കൂടാം. അതുകൊണ്ടാണ് 1967 ബീഹാറിലെ സംയുക്ത വിധായകദൾ മന്ത്രിസഭയിൽ അംഗമായി ജനസംഘവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒന്നിച്ച് ഭരിച്ചതെന്നുള്ള വസ്തുത ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റുകാര CPM ആയാലും CPI ആയാലും നിങ്ങളെന്തേ ആകെ പരാജയത്തിൻ്റെ ചെളിക്കുണ്ടിലേക്ക് കണ്ടുപോവുകയാണ്. AK ഗോപാലൻ്റെ വാക്ക് ഞാൻ ഓർക്കുന്നു. 1957 EMSൻ്റെ മന്ത്രിസഭ ബാലറ്റിലൂടെ അധികാരത്തിലേക്ക് എത്തിയപ്പോൾ AKG പറഞ്ഞത് ഇത് കേരളത്തിലെ ഒറ്റപ്പെട്ട വിജയമല്ല, ഇന്ത്യ ഒട്ടാകെ 8 സംസ്ഥാനങ്ങളിൽ ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ജയിക്കാൻ സാധിക്കുന്നു. അദ്ദേഹം പറഞ്ഞ ഞാനത് കൂടുതൽ സമയം അപഹരിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞു, കേരളത്തിലെ ഭരണകക്ഷിയായി, ബംഗാളിലെ പ്രധാന പ്രതിപക്ഷമായി, ബോംബെയിൽ, അന്ന് മുംബൈ അല്ല ബോംബെയാണ്, ബോംബെയിൽ 27 MLA-മാരെ ഞങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ സാധിച്ചു. അന്നത്തെ മദ്രാസിൽ, തമിഴ്നാടല്ല മദ്രാസിൽ അതിൻ്റെ കണക്കും പറഞ്ഞു. അങ്ങനെ 8ഓളം സംസ്ഥാനങ്ങളിൽ ഒറ്റയ്ക്ക് ജയിക്കുന്ന, ഉത്തർപ്രദേശിലും ജയിച്ചിട്ടുണ്ടെന്ന് MLA-മാർ, പഞ്ചാബിൽ ജയിച്ചിട്ടുണ്ട്. അതെല്ലാം ഉദ്ധരിച്ചുകൊണ്ട് AK ഗോപാലൻ എഴുതി വെച്ചു, ഇത് കേരളത്തിലെ ഒറ്റപ്പെട്ട ജയമല്ല. സ്നേഹിതന്മാരെ, സുഹൃത്തുക്കളെ, നെഹ്റു കെ ബാത് നമ്പൂതിരിപ്പാട്, നെഹ്റുവിന് ബദലായി, ജനവിരുദ്ധ കോൺഗ്രസിന് ബദലായി ഇന്ത്യയിൽ ജനങ്ങൾ പ്രത്യാശയോടെ ഈ ജനവിരുദ്ധ കോൺഗ്രസ് ആ വാക്കാ ഉപയോഗിച്ചത്. ആ ജനവിരുദ്ധ കോൺഗ്രസിന് ബദലായി ഞങ്ങളിതാ വരുന്നു എന്നാണ് അദ്ദേഹം എഴുതിയത്. അവരോട് ഞാൻ ചോദിക്കുന്നു, എൻ്റെ പ്രസംഗം കേൾക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആത്മാർത്ഥതയുള്ള പ്രവർത്തകരുണ്ടെങ്കിൽ, അന്ന് ഒരു ഘട്ടത്തിൽ 8-9% വോട്ട് നേടി, ആകെ ഇന്ത്യയിൽ പോൾ ചെയ്യുന്ന വോട്ടിൻ്റെ 8-9% വോട്ട് നേടിക്കൊണ്ട് പ്രബല ശക്തിയായി ഇന്ത്യൻ പാർലമെൻറ്റിലെ പ്രധാന പ്രതിപക്ഷമായി മാറിയവരോട്, പിണറായി വിജയനോടും ബിനോയ് വിശ്വത്തോടും, അവരോട് ഞാൻ ചോദിക്കുന്നു, ഉത്തരം പറയാമോ? ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ CPIക്ക് കിട്ടിയ വോട്ട് എനിക്ക് പറയാൻ നാണമാണ്. 0.71, 1% വോട്ടില്ല, 3/4% വോട്ടില്ല. അതിലും താഴെ എനിക്ക് തോന്നുന്നു ചില സംസ്ഥാനങ്ങളിൽ എന്താ ഇപ്പം പറയുക, ന്യൂട്രലായിട്ടുള്ള എന്താ നോട്ടയ്ക്ക് കിട്ടിയാലും താഴെയാണ്. CPM-നോട് ഞാൻ ചോദിക്കുന്നു, മിസ്റ്റർ വിജയ, ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് കിട്ടിയ വോട്ട് എത്രയാ? ഒരു 2% വോട്ട്, 8-9% വോട്ട് നേടി 42 MP-മാരൊക്കെ ഉണ്ടായിരുന്നൊരു കക്ഷിയോട് ഞാൻ ചോദിക്കുന്നു, ഇപ്പോൾ ഒരു തുരുത്തിൽ മാത്രം, കേരളം എന്ന ഒരു തുരുത്തിൽ മാത്രമാണ് ഇപ്പം CPM-ന് MLA-മാരും കുറച്ച് വോട്ടുമൊക്കെ കിട്ടുന്ന ഒരു സംസ്ഥാനം കേരളമാണ്. ബാക്കി എവിടെയാ? ബംഗാളിലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം നോക്കിയാൽ ആകെ ജയിച്ചതൊന്നുമില്ല CPM. കെട്ടിവെച്ച കാശ് കിട്ടിയ ഒരേ ഒരു മണ്ഡലമേ ഉള്ളൂ. ബാക്കി മണ്ഡലത്തിലെല്ലാം കെട്ടിവെച്ച കാശ് പോയ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾ ആത്മപരിശോധന നടത്ത്. RSSകാരെ പറ്റി പറയുന്നതിന് മുമ്പ് ആത്മപരിശോധന നടത്ത്. എന്ത് സംഭവിച്ചു? ഹു ഈസ് ടു ബി ബ്ലെയിംഡ്? ആരെയാ കുറ്റപ്പെടുത്തേണ്ടത്? കേഡറിൽപ്പെട്ടവരിന്ന്, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, തളിപ്പറമ്പായാലും പയ്യന്നൂരായാലും അമ്പലപ്പുഴയായാലും ഒറ്റപ്പാലമായാലും ഈ ഓരോ സ്ഥലങ്ങളായിട്ടെടുത്ത് പരിശോധിച്ചോളൂ. ഏറ്റവും ഒടുവിലായി വർക്കല. ഈ മണ്ഡലങ്ങളിലെല്ലാം ഇടുത്തി പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്കലാപ്പിലായി. സാധാരണ പ്രവർത്തകർ നിരാശയുടെ ആഴക്കുണ്ടുകളിലേക്ക് നിപതിച്ച ഒരു ഘട്ടത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ്. നിങ്ങൾക്കാകെ കിട്ടിയ വോട്ട്
ഞാൻ രാഷ്ട്രീയ വിദ്യാർത്ഥി ആയതുകൊണ്ട് എഴുതാൻ ശ്രമിക്കുന്ന ആളായതുകൊണ്ട് പഠിച്ചു. 1.71. ഒരു 2% വോട്ട് ഇന്ത്യയിൽ വാങ്ങാൻ പറ്റാത്തവരാണ് ഇങ്ങനെ വീമ്പിളക്കിക്കൊണ്ട് നടക്കുന്നത്. RSS, BJP അടിവെച്ച് പോകുന്നത് കൊണ്ടാണ് ഇന്ത്യയിലെ രാഷ്ട്രപതി ആരായിപ്പോൾ, ഇന്ത്യയിലെ ഉപരാഷ്ട്രപതി ആരാ, 28 ഗവർണർമാരിൽ 22 ഗവർണർമാരാരാ, സ്വതന്ത്ര ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാരുടെ കണക്കെടുത്ത് പരിശോധിച്ചാൽ 72% ആളുകൾ മുഖ്യമന്ത്രിമാർ ഇവരെല്ലാം രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പ്രവർത്തനത്തിലൂടെ ഉരുക്കുമൂശയിലൂടെ വളർത്തിയെടുത്തവരാണെന്ന് നിങ്ങൾക്കറിയാൻ സാധിക്കുമോ? സ്വയം പഠിക്കുക. ഈ RSSകാരെ പറ്റി പറയുന്നല്ലോ. ഞാനന്ന് വടകരയിലൊക്കെ വന്നിട്ടുള്ളതാ, ലോ കോളേജ് വിദ്യാർത്ഥിയാണ്. അന്നത്തെ അണ്ടർഗ്രൗണ്ട് പ്രവർത്തനത്തിൻ്റെ ലോകസംഘർ സമിതിയുടെ ഭാരവാഹിയായിരുന്ന ആളാണ്. ലോ കോളേജ് പഠിക്കുക. ഞാനിവിടെ വന്നിട്ടുണ്ട്, ഈ വടകരയിലൊന്ന് പ്രവർത്തിക്കാൻ വന്നിട്ടുണ്ട്. LK അദ്വാനി വന്നപ്പോൾ അദ്ദേഹത്തോടൊപ്പം ഞാനും അദ്ദേഹത്തിൻ്റെ പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്യാനായി വന്ന സ്ഥലമാണ് വടകര. ഞാൻ ചോദിക്കട്ടെ, 77 തെരഞ്ഞെടുപ്പിൽ 3 പേര്, KG മാരാർ, സുകുമാരൻ നായർ വടക്കേക്കര, ഒറ്റപ്പാലത്തെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് നമ്പ്യാർ, ഈ 3 പേരും, മാരാറിയെ പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ല, ജോലി രാജിവെച്ച് RSSൻ്റെ വിസ്താരകനായി പിന്നീട് ജനസംഘത്തിലൂടെ വന്നയാളാണ്. അദ്ദേഹം മത്സരിച്ച മണ്ഡലത്തിൻ്റെ പേര് ഉദുമയെന്ന. ആ ഉദുമയിൽ അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ കമ്മിറ്റിയുടെ, ഞാൻ പോയത് കൊണ്ട് 50 കൊല്ലം മുമ്പുള്ള കാര്യമാണെങ്കിലും എൻ്റെ ഓർമ്മയ്ക്ക് തുരുമ്പ് പിടിക്കാത്ത എൻ്റെ മനസ്സിൽ ഇപ്പോഴുമുണ്ട്. അവിടെ KG മാരാരുടെ ഇലക്ഷൻ കമ്മിറ്റിയുടെ കൺവീനർ, CPMൻ്റെ ഉദുമയിലെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു. മറ്റു 2 സ്ഥലങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ശിവരാസ മേനോൻ പാലക്കാട്, അദ്ദേഹം സ്ഥാനാർത്ഥിയായി ഇതുപോലുള്ള തെരഞ്ഞെടുപ്പ് യോഗം ഉദ്ഘാടനം ചെയ്തത് അന്ന് പാലക്കാട്ട് LK അദ്വാനി ആയിരുന്നുള്ളത് മറക്കാമോ? എന്നിട്ട് ഇന്ന് പറയുകയാണ് ആർക്ക് വേണ്ടി? സംഘടിതമായ ന്യൂനപക്ഷ വോട്ടുകൾ. ആ ന്യൂനപക്ഷ വോട്ടുകളിൽ 2 ന്യൂനപക്ഷ സമുദായങ്ങളുള്ളതിൽ ഒന്ന്, ഒട്ടേറെ ആളുകൾ, ബിഷപ്പുമാരുൾപ്പെടെയുള്ളവർ ഇന്ന് BJPയുമായി കൂട്ടുകൂടിയിരിക്കുന്നു. അവർ സഹായിക്കാൻ പലയിടത്തും തയ്യാറാണ്. കാര്യമായി ചെയ്യുമോ എന്നെനിക്കറിയില്ല. പക്ഷെ ഞാനൊന്ന് ചോദിക്കാം, കേരളത്തിലെ ഏത് ബിഷപ്പ് ഹൗസിലോ ഏത് ഹിന്ദു സംഘടനകളുടെ ഓഫീസിലോ പോയാൽ ഞാനും പിണറായി കൂടി പോകാം. അവരുടെ വിശ്വാസമുള്ള ആള്, അവരുടെ വിശ്വാസം ആർജിക്കാൻ കഴിഞ്ഞത് RSSകാരനായ ശ്രീധരൻപിള്ളയ്ക്കാണ് എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. എനിക്ക് ഈ പരിശീലനം എടുത്ത് കിട്ടി. ഹൂ മോൾഡഡ് മീ എന്നെ രൂപപ്പെടുത്തിയത് ആരാ? സംഘശാഖയാ. അതുകൊണ്ട് ഇതൊരാളോട് മാത്രമല്ല, ആ വിഷയത്തിൽ മാത്രം ഊന്നി നിന്നാൽ ഒരുപാട് സമയം പോകും. അതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, 80-ലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മറന്നോ എല്ലാവരും? 80-ലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ അന്നത്തെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആള്, അദ്ദേഹത്തിൻ്റെ പേരാണ് O രാജഗോപാൽ. ഇപ്പൊ 97-ാമത്തെ വയസ്സിലേക്ക് കടന്നിരിക്കുന്നു. ആ കാസർഗോഡ് മണ്ഡലത്തിൽ UDFകാർ അദ്ദേഹത്തെ പിന്താങ്ങിയില്ലേ? പ്രതിപക്ഷ നേതാവിന് ഉത്തരം പറയാമോ? RSSന് വേണ്ടി ദീനദയാൽ ഉപാധ്യായ മരിച്ചു എന്ന് കണ്ടപ്പോൾ അന്ന് കറുത്ത കോട്ട് അഴിച്ചു വെച്ച് ജനസംഘത്തിൻ്റെയും RSSൻ്റെയും മുഴുവൻ സമയ പ്രവർത്തകനായ O രാജഗോപാൽ അദ്ദേഹം മത്സരിച്ചപ്പോൾ മുസ്ലിം ലീഗുകാരും കോൺഗ്രസ്സുകാരും അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ കമ്മിറ്റിയുടെ കൺവീനർ, മുസ്ലിം ലീഗിൻ്റെ അന്നത്തെ ജില്ലാ പ്രസിഡന്റ്, MLA ആയിരുന്ന, പദവിയില്ല, ചെർക്കുളം അബ്ദുള്ളയായിരുന്നു. പിന്നെ നിങ്ങൾ 2 കൂട്ടരും
എന്തിനാ ഇപ്പോഴീ നിഴൽ യുദ്ധം നടത്തുന്നത്? കാര്യം വളരെ വ്യക്തമാണ്. ഭാരതീയ ജനതാ പാർട്ടിയും NDAയും ഒട്ടേറെ മണ്ഡലങ്ങൾ ജയിക്കുന്ന സാഹചര്യം സംജാതമായിരിക്കുന്നു. ഇതിനെ ചെറുത്തു തോൽപ്പിക്കാൻ നേർക്കുനേർ ജനാധിപത്യപരമായ പോരാട്ടത്തിന് പകരം ഈ RSSനെ ചീത്ത പറഞ്ഞാൽ, BJPയെ ചീത്ത പറഞ്ഞാൽ ഒന്നിച്ച് മുസ്ലിം വോട്ടുകൾ കിട്ടുമെന്ന വ്യാമോഹത്താലാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കല്ല് വെച്ച നുണകൾ ആവർത്തിച്ച് പറയുന്നത്. ഇങ്ങനെയുള്ളൊരു സ്ഥിതിവിശേഷം കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ മോശമായ സ്ഥിതിയിലേക്ക് നമ്മുടെ രാജനൈതിക മേഖലയെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. ഇവിടെ ശബരിമല സമരം ഞാൻ പ്രസിഡൻ്റായിരുന്ന കാലത്ത് 2018 സെപ്റ്റംബർ മാസം 28-ാം തീയതിയാണ് ആ വിധി ഉണ്ടായത്. സ്ത്രീകളെ പ്രവേശിപ്പിക്കാനുള്ള വിധി ഉണ്ടായത്. ആ പിറ്റേ ദിവസം പത്രം നിങ്ങളൊന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാൻ സാധിക്കും, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി പറഞ്ഞു, ഞങ്ങൾ സുപ്രീം കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നു. ആ വിധിക്കനുസരിച്ച് അതിൽ ആചാരാനുഷ്ഠാനം നോക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസ്താവന ഞാൻ അടുത്ത കാലത്ത് ഇറക്കിയ പുസ്തകത്തിൽ കാര്യകാരണ സഹിതം തെളിവ് സഹിതം പറഞ്ഞിട്ടുള്ളതാണ്. സ്നേഹിതന്മാരെ, എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കൃത്യമായ ഡേറ്റ് പറയാം, 2018 ഒക്ടോബർ മാസം 5-ാം തീയതി അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശബരിമലയിൽ സ്ത്രീകളെ കടത്താൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമരരംഗത്തിറങ്ങി. പത്തനംതിട്ടയിൽ ഉപവാസം നടത്തി. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, 2 ദിവസം കഴിഞ്ഞപ്പോൾ, ഇതെല്ലാം നിങ്ങൾ നോക്കാൻ വേണ്ടിയാണ് ഞാൻ ഡേറ്റ് പറയുന്നത്, 2 ദിവസം കഴിഞ്ഞപ്പോൾ 8-ാം തീയതി ഒക്ടോബർ മാസം 8-ാം തീയതി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ യോഗം ചേർന്നു. അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസ് എടുത്ത തീരുമാനമനുസരിച്ച് അവർ പ്രഖ്യാപിച്ചു, 9-ാം തീയതിയിലെ മാതൃഭൂമിയോ മനോരമയോ എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ നെറ്റി നോക്കിയാൽ കിട്ടും, ഞങ്ങൾ സമരത്തിൽ നിന്ന് പിൻവാങ്ങുന്നു. ശബരിമലയിൽ സ്ത്രീകൾ പോകണം, ഈ വിധി ഞങ്ങൾ അംഗീകരിക്കുന്നു. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകനും സമരരംഗത്തേക്ക് പോകാൻ പാടില്ല എന്ന് തീരുമാനമെടുത്തു. അന്ന് മുതൽ ഇന്നുവരെ ആ തീരുമാനം തെറ്റാണ് എന്ന് ആരെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പൊതുജീവിതം അവസാനിപ്പിക്കാം. ഗാന്ധിജി പഠിപ്പിച്ചത് സത്യമാണ്, ഈശ്വരൻ എന്നാണ്. ഇപ്പം തെക്കൻ ഭാഗങ്ങളിലെല്ലാം, തെക്കൻ കേരളത്തിലുടനീളം, മലബാർ ഒഴികെ തലങ്ങും വിലങ്ങും പ്രതിപക്ഷ നേതാവും KPCC നേതാക്കന്മാരും പറയുന്നത് ഞങ്ങളാണ് വിശ്വാസികൾക്കൊപ്പമെന്നാണ്. ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതൽ പോകുന്നില്ല. സത്യത്തോട് ഇങ്ങനെ അതിനെ കുടിച്ചു മൂടിക്കൊണ്ടുള്ള നിലപാടുകൾ രാഷ്ട്രീയ നേതാക്കന്മാർ സ്വീകരിക്കാൻ പാടുണ്ടോ? CPM അവർ ചെയ്യാത്ത ശബരിമല സമരത്തെ അടിച്ചമർത്താൻ ചരിത്രത്തിൽ ഒരിക്കലും ഒരു ഭരണാധിപനും ചെയ്യാത്ത ക്രൂരതയുടെ എത്രയെത്ര സംഭവങ്ങൾ ഇന്നും ശബരിമല സമരത്തിൽപ്പെട്ടവർ പ്രതിക്കൂട്ടിലാണ്. ഞാൻ ഗവർണർ സ്ഥാനം കഴിഞ്ഞ് 5 കൊല്ലത്തിന് ശേഷം തിരിച്ചെത്തിയപ്പോൾ ഞാൻ മത്സരിക്കാത്തതിൻ്റെ ഒരു കാരണം അതുകൂടിയാണ്. നോക്കിയപ്പോഴാണ്, എൻ്റെ പേരുള്ള കേസ് ഞാനിവിടെ വിശദീകരിക്കുന്നില്ല, എന്നെ അഭിഭാഷക രംഗത്ത് നിന്നും ഒഴിവാക്കാൻ ബാർ കൗൺസിൽ മുമ്പുള്ള പരാതി, അങ്ങനെയുള്ള ഒട്ടേറെ കേസുകളുണ്ട്. അതെല്ലാം അവിടെ നിൽക്കട്ടെ. രാജഗോപാൽ സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ കേരളത്തിലെ വർത്തമാന കാലഘട്ടത്തിലെ ഏറ്റവും വലിയ നായകൻ, EK നയനാരെ പോലുള്ളവർ കേരള വികസനത്തിൻ്റെ അംബാസഡർ എന്ന് പറഞ്ഞ AK എന്ന് പറഞ്ഞ O രാജഗോപാൽ 87-ാമത്തെ വയസ്സിലാണ് തുടക്കം കുറിച്ചു. നിങ്ങൾക്കറിയാമോ, ചെങ്ങന്നൂരിൽ ഞാൻ പോകുമ്പം
ഞാനും പ്രതിയായതുകൊണ്ട് ലിസ്റ്റ് നോക്കുമ്പോഴാണ് ഒ രാജഗോപാൽജിക്കെതിരായി വാറണ്ട്, സാധാരണ ബെയിലബിൾ വാറണ്ട് അല്ല, NBW നോൺ ബെയിലബിൾ വാറന്റ്. ഞാൻ ആരെയും പഴിക്കുന്നില്ല, പഴിച്ചാൽ ചില നമ്മുടെ ആളുകളെയൊക്കെ കുറ്റപ്പെടുത്തേണ്ടി വരും. 1 കൊല്ലം ഒ രാജഗോപാൽ NBWവിൽ നിന്ന അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പോലീസുകാർ പോയി. അദ്ദേഹത്തെ ഇപ്പം സഹായിക്കുന്ന ആളോട് ഞാൻ ചോദിച്ചു, പക്ഷെ ആരുമില്ലാത്ത അവസ്ഥ. അവസാനം ഇപ്പോൾ കേരള ഹൈക്കോടതിയിൽ രാജഗോപാൽജിക്കെതിരായ കേസ് സ്റ്റേ ചെയ്തിരിക്കുന്നു എന്ന് മാത്രമല്ല, ഞങ്ങൾ കോടതിയോട് ആവശ്യപ്പെട്ടത് എല്ലാ കേസുകളും ഒന്നിച്ച് നേതാക്കന്മാരെ പ്രതികളാക്കിയ എന്നെയും സുരേന്ദ്രനെയും മുരളീധരനെയും കൃഷ്ണദാസിനെയും എല്ലാവരെയും പ്രതികളാക്കിയ ആ ഓർഡർ തന്നെ തെറ്റാണ് എന്ന് ഞാൻ കോടതിയിൽ സ്ഥാപിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിരിക്കുന്നു. ഏതാനും നാളുകൾക്കുള്ളിൽ ആ കേസുകളെല്ലാം FIR സ്റ്റേജിൽ തന്നെ റദ്ദ് ചെയ്യുമെന്ന് മാത്രമല്ല, ഇന്നിപ്പോൾ സർക്കാരിന് മറുപടി പറയാൻ പറ്റുന്നില്ല. കാരണം DGPക്ക് ഒരു പാർട്ടിയുടെ നേതാക്കന്മാരെ എല്ലാം പ്രതികളാക്കാൻ വേണ്ടി ഉത്തരവിറക്കാൻ ഇന്ത്യൻ നിയമത്തിൽ എവിടെയാണ് വകുപ്പെന്ന ചോദ്യത്തിന് മുമ്പിൽ ഹൈക്കോടതിയിലെ ജഡ്ജിമാർ ഇപ്പം ചിന്തിക്കുകയാണ്. നിയമനിർമ്മാണം ആരുടേതാണ്? നിയമനിർമ്മാണം പാർലമെന്റിൻ്റെതാണ്. ഒരു ശിക്ഷാ നിയമത്തിൽ പുതിയതായ ഒരു വ്യക്തിയെയോ ഒരു സമൂഹത്തെയോ പ്രതികളാക്കണമെങ്കിൽ നിയമത്തിൽ ഭേദഗതി വരുത്താൻ പാർലമെന്റിനും പ്രത്യേക സാഹചര്യത്തിൽ നിയമസഭയ്ക്കുമല്ലാതെ ആർക്കും അവകാശമില്ല. കഴിഞ്ഞ 6 കൊല്ലങ്ങളായി എല്ലാ BJP നേതാക്കന്മാരും RSS നേതാക്കന്മാരും ശബരിമലയുടെ പേരിൽ വേട്ടയാടുകയാണ്. ഞാൻ ഇന്നിവിടെ ഒന്നുകൂടി പഠിച്ചതുകൊണ്ട് ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു, ഈ കേസുകൾ പിൻവലിക്കുന്നില്ലെങ്കിൽ ഓരോ പോലീസ് ഓഫീസറും പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഭരണകൂടം ഒന്നടങ്കം ഞങ്ങൾ നഷ്ടപരിഹാരത്തിൻ്റെ കേസ് കൊടുക്കാനുള്ള ചുമതല ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്, നിങ്ങൾക്ക് നൽകേണ്ടി വരുമെന്ന് അവരെ ഓർമ്മപ്പെടുത്താൻ ഈ വടകരയെ ഞാൻ അതിൻ്റെ സാക്ഷ്യപത്രവുമായിട്ട് സമീപിക്കുകയാണ്. നരേന്ദ്രമോദി തൊട്ടുകൂടെ ശിവഗിരിയിൽ ഗോവയുടെ മുഖ്യമന്ത്രി, ഗോവയല്ല ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി നരേന്ദ്രമോദി വന്ന അവസരം ഓർമ്മയില്ലേ നിങ്ങൾക്കൊക്കെ? അന്നത്തെ മുഖ്യമന്ത്രി CPMകാരൻ ഇപ്പം നമ്മോടൊപ്പം ഇല്ല. അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഇന്ന് നമ്മോടൊപ്പം ഇല്ല, പരലോകത്താണ്. അന്നത്തെ CPM സെക്രട്ടറി ശ്രീമാൻ പിണറായി വിജയൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ ചോദിക്കട്ടെ, വ്യവസ്ഥാപിതമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രിയെ, അദ്ദേഹത്തെ ഒരു പരിപാടിക്ക് ഔപചാരികമായി വിളിച്ച് പ്രോട്ടോകോൾ പ്രകാരം അതിലെ ഒന്നാമനായി സ്റ്റേറ്റിലേക്ക് എത്തുമ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ വിളിച്ചതുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം വേദി പങ്കിടില്ല, ആ ശിവഗിരി സമ്മേളനത്തിൽ തന്നെ പങ്കെടുക്കലെന്ന് പ്രഖ്യാപിച്ച പിണറായി വിജയനോടും കൂട്ടരോടും ഉമ്മൻചാണ്ടിയോടും കൂട്ടരോടും ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ ഡൽഹിയിൽ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ തൊട്ടുകൂടെ RSSകാരനാണ് നരേന്ദ്രമോദി, അതുകൊണ്ട് വേദി പങ്കിടില്ല, ശരിയല്ലേ? അവസാനം അവിടെ പോയി കാവൽ കടന്ന് ആ നരേന്ദ്രമോദിയെ കാണേണ്ട ഗതികേട് നിങ്ങൾക്കുണ്ടായത് ഇന്ത്യയിലെ ജനങ്ങളുടെ വിജയമാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നരേന്ദ്രമോദി ഇന്ന് ലോകാരാധ്യനാണ്. ഹു ഈസ് എ സ്റ്റേറ്റ്മെൻ? ഒരു രാഷ്ട്രതന്ത്രജ്ഞൻ ആരെന്ന് ചോദിച്ചാൽ ലോകം നൽകുന്ന ഉത്തരം ഇന്ത്യ മാത്രമല്ല, നരേന്ദ്രമോദി എന്നാണ്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ 10-26 ആഴ്ചയായി യുദ്ധം നടക്കുകയാണ്. ഇറാനും ഇസ്രായേൽ അമേരിക്കൻ യുദ്ധം. ആ യുദ്ധത്തിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എത്തിപ്പെടുന്നില്ല. എല്ലായിടത്തും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും ഗ്യാസിൻ്റെയും ഒക്കെ വില കൂട്ടി. വില കൂട്ടാത്ത ലോകത്തിലെ അപൂർവം രാജ്യങ്ങളിൽ ഒന്ന് നമ്മുടെ ഇന്ത്യയാണ്.
ഭാരതമാണ്, നമ്മളാണ്, നരേന്ദ്രമോദിയുടെ ഭരണകൂടമാണ് എന്ന് എത്ര പേർക്കറിയാം? ഷിപ്പ്, ആ ഷിപ്പ് ഉൾക്കടലിലൂടെ പോരുന്നിടത്ത് അവര് ബോംബിട്ടോ വെടിവെച്ചോ അതില്ലാതാക്കും. പക്ഷെ ഒരു രാജ്യത്തിന് മാത്രം 4 എണ്ണയുമായി വരുന്ന കപ്പലുകൾ മുന്നോട്ട് പോകാൻ ഇരുകൂട്ടരും സമ്മതിച്ചു. ഇസ്രയേൽ, അമേരിക്കയും ഇറാനും സമ്മതിച്ചപ്പോഴാണ് നമ്മുടെ 4 കപ്പലുകൾ ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ടാണ് അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ടാവാം, പിടിച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കുന്നത്. ഈ മാസ്മര ശക്തിയായ ഒരു പ്രധാനമന്ത്രിയാണ് ഈ കേരളത്തിൽ തലങ്ങും വിലങ്ങും നിങ്ങളെല്ലാവരും ചേർന്നുകൊണ്ട് ചെളിവാരി എറിയുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അരുത് സുഹൃത്തുക്കളാരി എറിയരുത്, നിങ്ങളുടെ കയ്യിലും ചെളി പുരളും. നരേന്ദ്രമോദി അതിനെ അതിജീവിച്ചുകൊണ്ട് തന്നെയാണ് കമ്മ്യൂണിസ്റ്റുകാരുടെയും കോൺഗ്രസ്സുകാരൻ്റെയും ഇന്ത്യ മുന്നണി ഒന്നിച്ചാണ്. കേരളത്തിലൊഴികെ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും അവർ ഒന്നിച്ചാണ്. ആ ഇന്ത്യ മുന്നണിക്ക്, ആ മുന്നണിക്കാരോട് ഞങ്ങൾ ചോദിക്കുന്നു, എന്തിനായി കേരളത്തെ കബളിപ്പിക്കുന്നത്? സത്യം തുറന്നു പറയുക, ഞങ്ങളുടെ നേട്ടങ്ങൾ ഇതാണ്, നിങ്ങളുടെ കോട്ടങ്ങൾ ഇതാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് വോട്ട് തരിക എന്ന് പറഞ്ഞാൽ ട്രൂ സ്പിരിറ്റ് ഓഫ് ഡെമോക്രസി, ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനപരമായ സങ്കല്പത്തെയാണ് അത് വാഴ്ത്തപ്പെടുന്നത്. ഞാൻ ചോദിക്കുന്നു, വികസനത്തിന് വേണ്ടിയുള്ള ഈ നാടിൻ്റെ പ്രയാണത്തിൽ ആരും അന്യരല്ല. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും യുക്തിവാദിയും കോൺഗ്രസ്സുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും സോഷ്യലിസ്റ്റുകാരനും JDU-കാരനും എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കണമെന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം. ആ ചരിത്ര ദൗത്യം നിറവേറ്റാൻ മുന്നോട്ട് വരണം. മുസ്ലിം ലീഗ്, ഞാൻ അവരെ ആക്ഷേപിക്കുന്നതിൽ വസ്തുനിഷ്ഠമായ ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ നിലപാട് മാറ്റണം. മുസ്ലിം ലീഗിൻ്റെ ചരിത്രം ദശാസന്ധികളിലൂടെ എഴുതിയ MC വടകരെ എനിക്കറിയാം, നിങ്ങളുടെ ഈ നാട്ടുകാരനാണ്. അത് എഴുതിയ പുസ്തകത്തിൽ, മുസ്ലിമിൻ്റെ ദശാസന്ധി എന്ന പുസ്തകത്തിൽ എൻ്റെ കയ്യിൽ അതിൻ്റെ കോപ്പിയുണ്ട്. ഇപ്പോൾ അവർ തിരുത്തിയിട്ടുണ്ടാവും, ഞാൻ ഒബ്ജക്ഷൻ ചെയ്തുകൊണ്ടൊക്കെ പോയതുകൊണ്ട്. അതിലൊന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേരെന്താണെന്നറിയാവോ? MC വടകര എഴുതിയ മുസ്ലിം ലീഗ് ചരിത്രത്തിൻ്റെ ദശാസന്ധികളിലൂടെ എന്നുള്ള ചന്ദ്രിക പബ്ലിഷ് ചെയ്ത പുസ്തകത്തിൻ്റെ 26 കൊല്ലം മുമ്പ് പബ്ലിഷ് ചെയ്തത്. ഒന്നാമത്തെ അധ്യായം ഡാക്കയിലെ സൂര്യോദയം എന്ന. ഇന്നത്തെ ഡാക്ക നിങ്ങൾക്കറിയാം, ഡാക്കയെ പറ്റി അറിയാത്ത ആരുമില്ലല്ലോ. പഴയ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്. എന്താ സൂര്യോദയം? 1906 മുസ്ലിം ലീഗിന് രൂപം കൊടുത്ത, സർവേന്ത്യ ലീഗിന് രൂപം കൊടുത്ത പ്രദേശത്തിൻ്റെ പേരാണ് ഡാക്ക. ആ ഡാക്കയിലെ സൂര്യോദയം എന്ന് പറയുന്നവരോട്, സർ, ഈ മണ്ണിൽ ഇത് പാടില്ല, എനിക്കതേ പറയാനുള്ളൂ. അതിൽ 3ാമത്തെ ചാപ്റ്ററുണ്ട്. ആ ചാപ്റ്ററിൽ ഇന്നും ഞാൻ വേദനിക്കുന്നു അത് വായിച്ചത് കൊണ്ട്. അതിലെഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഭാരതാംബയെ വെട്ടിമുറിച്ചു എന്ന് ചിലർ പറയുന്നു. ബ്രിട്ടീഷുകാർ കരം പിരിക്കാൻ വേണ്ടി കൂട്ടിച്ചേർത്ത ഒന്നിനെയാണ് ഭാരതാംബ എന്ന് വിളിച്ച് ചിലരൊക്കെ അരങ്ങ് തകർക്കുന്നെന്ന് എഴുതിയിരിക്കുകയാണ്. ഒരു ദേശസ്നേഹിക്ക് സാധിക്കുമോ? ഞങ്ങളുടെ എതിർപ്പ് അതിനോടാണ്. ഈ ഭാരതം അമ്മയാണ്, മാതൃഭൂമിയാണ്, പുണ്യഭൂമിയാണ്. ലോക ചരിത്രത്തിൽ മനുഷ്യരിലൂടെ കടന്നു വന്ന മഹാസംസ്കാരം. ആ സംസ്കാരം ലോകം അംഗീകരിക്കുമ്പോൾ, വിശ്വമാനവികത അതോടൊപ്പം അണിചേരുമ്പോൾ, ഈ കേരളം മലയാളികളുടെ മാതൃഭൂമി എന്നെഴുതിയ EMS ഉൾപ്പെടെ, അന്നത്തെ ദുർദ്ദേശം ഉൾപ്പെടെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ഇതിനെല്ലാമുള്ള ഉത്തരം മൂല്യങ്ങളുടെ കാവൽക്കാരാകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം. കേന്ദ്രത്തിലെ പ്രധാനമന്ത്രിയോ ഏതെങ്കിലും മന്ത്രിമാരോ അവരുടെ സ്റ്റാഫോ ഒരഴിമതി കേസിൽ, ഒരു FIR-ൽ എവിടെയെങ്കിലും ഒരു പേര് വന്നതായി നിങ്ങൾക്ക് ആർക്കെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും? നരേന്ദ്രമോദി വരുന്നതിന് മുമ്പ് നരസിംഹറാവുവിൻ്റെ കാലത്ത് പ്രധാനമന്ത്രി ഉൾപ്പെടെ 9 ക്യാബിനറ്റ് മന്ത്രിമാർ ഉൾപ്പെടെ എത്ര ആളുകളെയാണ്
അഴിമതി കേസിൽ കറപ്ഷൻ്റെ പേരിൽ പ്രതികളാക്കിയത്? കോടതി വരാന്തയിൽ ആ ഉന്നതന്മാരെല്ലാം പോയി പേര് വിളിക്കുന്നത്, കേസ് വിളിക്കുന്നത് കാത്തുകിടക്കേണ്ട ഗതികേടുണ്ടായ നാടിൻ്റെ പേരാണ് അക്കാലത്തെ കോൺഗ്രസിൻ്റെ ഭരണകൂടം. നരേന്ദ്രമോദി ആരെങ്കിലും വെച്ച് ഉറപ്പിക്കുമോ? വാജ്പേയി വെച്ച് ഉറപ്പിക്കുമോ? അങ്ങനെയാണ് 98 ഒറ്റ വോട്ടിനാണ് വാജ്പേയിക്ക് അധികാരം 98 നഷ്ടപ്പെട്ടത്. 99 തിരിച്ചു വന്നു. ആ ഒരു വോട്ട് ആരുടേതായിരുന്നു? 2 വോട്ട് കുറഞ്ഞു. ഒന്ന് ബൂട്ടാ സിംഗ്, മറ്റൊന്ന് സുഖറാം. അവരുടെ അഴിമതി കേസുകൾ CBI ശക്തമായി മുന്നോട്ട് പോയപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ പിന്താങ്ങണമെങ്കിൽ ഈ കേസൊന്ന് മരവിപ്പിക്കണം. അടൽജി പറഞ്ഞു തയ്യാറല്ല, അഴിമതിയോട് സന്ധി ചെയ്യാൻ തയ്യാറല്ല. അങ്ങനെ അവർ രണ്ടുപേര് വിശ്വാസപ്രമേയ ചർച്ചയിൽ കൂറുമാറി തിരിച്ചു പോയത് കൊണ്ടാണ് 98 അടൽ ബിഹാരി വാജ്പേയിക്ക് പ്രധാനമന്ത്രി സ്ഥാനം നഷ്ടപ്പെടാനിടയായത്. 99 23 കക്ഷികളെ ചേർത്ത് വീണ്ടും അത് അധികാരത്തിൽ വന്നു. ഞാനിതെല്ലാം പറയുന്നത് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണം. പ്രത്യേകിച്ച് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ആളുകളോട്, നിങ്ങൾ ഒരു കാലത്ത് ഇവിടെ രാമനോഹർ ലോഹിയെയും അരവിന്ദ് ശ്രീധരനെയും ഒക്കെ ഓർക്കാട്ടരിയിലും മറ്റും പല വീടുകളിലും വാസ്തവത്തിൽ ദൈവത്തിൻ്റെ സ്ഥാനത്ത് വെച്ചത് ഞാൻ പലയിടത്തും പോകുമ്പോൾ ഫോട്ടോ കാണാറുണ്ടായിരുന്നു. വടകരയുടെ ചരിത്രം അതാണ്. ആ വടകരയിൽ ഈ നാടിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി നമുക്ക് ഒത്തൊരുമിക്കാം. അതിനുള്ള ഉപാധിയായി ദൈവവും പാർട്ടിയും നിങ്ങളെ ഏൽപ്പിക്കുന്ന കരുത്തനായ ദിലീപ്, ആ കരുത്തനായ ദിലീപിനെ താമര ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. എല്ലാവർക്കും ഞാൻ ഈ അവസരത്തിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഈ കൺവെൻഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.